ഹലോ ഗായ്സ്, പുഷ്കർമേളൊക്കെ കഴിഞ്ഞ് ഒട്ടകത്തിന് സലാമൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്താണ് ഞങ്ങൾ തിരിച്ചു പോകട്ടെ. ഇവിടെ ഭയങ്കര പൊട്ടിയിടും, അതുകൊണ്ടാട്ടെ ഞാൻ ഫേസ് മാസ്ക് ഇട്ട്. ഇത് കാണുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ കരുന്നത് കുറച്ച് മുമ്പ് ഞാൻ എന്റെ ചെങ്ങായിന്റെ കൂടെ സൂഫി മന്തി ഇന്നാണ്ട് നേരെ ഈ ചാറ്റിൽ കൊട്ടയിൽ പോയി കയറിയിട്ടാ. പകുതി എത്തിപ്പോത്തിന് ഓന് ഈ പള്ളയുണ്ടായ പെണ്ണുങ്ങളെ ഛർദ്ദിക്കണായിട്ട് ആ മന്തി ഒന്നായിട്ട് എന്റെ മേത്തുക്കാണ് ഛർദ്ദിച്ച് മോനെ. ഞാനാണെങ്കിൽ അർഹിള പുളഹിതനായിട്ട് ആകെ നാറിയ ആൾക്കാരുടെ ഇടയിൽ ഇന്ന് അൽഫാം ബിരിവിന്റെ ചെറിയൊരു കഷ്ണം എന്റെ മേത്ത് കണ്ടപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് ഇത് ഏതാ മോഡൽ മോനെ. ഞാൻ പറഞ്ഞു ഇത് പുതിയ മോഡൽ ഇമ്പോർട്ടഡ് സാധനമാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോന്നതാ. മൈറ്റി രാജുവിന്റെ കുപ്പായും യമ്മുവിന്റെ മോച്ചായുള്ള ഈ ചെങ്ങായിനെ കണ്ടിട്ട് ഡൽഹിയിലുള്ള സ്പെഷ്യൽ ക്രിസ്പി ബീഫ് റോൾ ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഓനെ പിടിച്ചാണ്ട് തിന്നാലോ, ഓനെ മൂക്കൊക്കെ കടിച്ചാലോ. പിന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ ടാറ്റ് എടുക്കണമാതിരി എന്തിനാ ടാറ്റ് എടുക്കണമെന്ന് അറിയാം. ഇവിടെ കുറച്ചേരം മുമ്പ് ഏതോ ഒരു ഇന്ത്യക്കാരൊരു പാട്ടിട്ടിന് ചെങ്ങായിയമ്മാരി ഡാൻസ് അറിയാം, പൊള്ളി മൂഡ് സാധനം. അപ്പൊ എല്ലാവരും ക്ലാപ്പ് അടിച്ച് ചെക്കനാകെ പൊലിവായി. ഇനിയിപ്പോ നമുക്ക് ഉറക്കുണ്ടാവില്ല രാത്രി. ഈ ചെങ്ങായിക്ക് ഇത്ര പ്രായമായിട്ട് ഒരു പീപ്പിൾ യൂത് അറിയില്ല. ഓ എന്നിട്ടുണ്ട് ഉള്ളോട്ട് വലിക്കുന്നു, സിഗരറ്റ് ഒക്കെ വലിക്കണായിരുന്നു. എന്നിട്ട് ആ ഇന്ത്യക്കാരൻ പറഞ്ഞു കൊടുക്കുക പുറത്തോട്ടൊക്കെ വിടണ്ടിന്ന്. ഇത്ര പ്രായമായിട്ട് ഓക്സിജനും വലിച്ചാണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വിട്ടാണ്ട് ഇങ്ങനെ നടക്കുക ഭൂമി ഒട്ടാകെ. പോണ വൈക്കലേ നീലക്കുയിലിന്റെ പോലെ ഈ ബാധ കൂടിയ മാതിരി ഒരു രാജസ്ഥാനിലെ TV ചാനലുകാരൻ വന്നാണ്ട് ഇവ അമേരിക്കൻ ആണോ, അവന്റെ മുടി തിന്നാൻ പറ്റുമോ, അവൻ കുളിക്കലുണ്ടോന്നോ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ചോദ്യമായിട്ട് വന്ന്. പക്ഷെ ഉത്തരം കൊടുത്തത് ഞാനാട്ടെ. എനിക്ക് രാജസ്ഥാനിലും വൈറലാവാൻ നല്ല പൂതിണ്ട്. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിലെ എല്ലായിടത്തും കാണുന്ന ഒരു സാധനം തിന്നാ വിചാരിച്ചിട്ട് അഞ്ഞ് റമദാനിന് വെക്കണ ചീരാകഞ്ഞാണോന്നൊന്ന് ചോദിച്ചു വരാൻ നിൽക്കണ്ട കേട്ടോ. ഇതിന്റെ പേരാണ് പൂഹ.